ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 100 സെലക്റ്റഡ് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്ന്, ആദ്യമായി മാസ്ക് ATM നിലവിൽ വന്നത് എവിടെയാണ്? സഹറാൻപൂർ UP. ആദ്യമായി മാസ്ക് ATM നിലവിൽ വന്നത് എവിടെയാണ്? സഹറാൻപൂർ UP. 2, 2019 മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത്? കനി കുസൃതി. 2019 മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത് കനി കുസൃതി. 3, 2020 ലോക വിശപ്പ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം? 107-ൽ 94. 2020 ലോക വിശപ്പ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 107-ൽ 94. 4, അമേരിക്കൻ ചരിത്രത്തിലെ എത്രാമത് വനിതാ വൈസ് പ്രസിഡന്റാണ് കമലാ ഹാരിസ്? ആദ്യത്തെ. അമേരിക്കൻ ചരിത്രത്തിലെ എത്രാമത് വനിതാ വൈസ് പ്രസിഡന്റാണ് കമലാ ഹാരിസ്? ആദ്യത്തെ. 5, അന്തരിച്ച പ്രശസ്ത ഗായകൻ SP ബാലസുബ്രഹ്മണ്യം ഏത് സംസ്ഥാനത്താണ് ജനിച്ചത്? ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിൽ. അന്തരിച്ച പ്രശസ്ത ഗായകൻ SP ബാലസുബ്രഹ്മണ്യം ഏത് സംസ്ഥാനത്താണ് ജനിച്ചത്? ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിൽ. 6, ലോകസഭയുടെ പുതിയ സെക്രട്ടറി ജനറൽ? ഉൽപൽ കുമാർ സിംഗ്. ലോകസഭയുടെ പുതിയ സെക്രട്ടറി ജനറൽ ഉൽപൽ കുമാർ സിംഗ്. 7, ബുറേവി ചുഴലിക്കാറ്റിന് ആ പേര് നിർദ്ദേശിച്ച രാജ്യം? മാലിദ്വീപ്. ബുറേവി ചുഴലിക്കാറ്റിന് ആ പേര് നിർദ്ദേശിച്ച രാജ്യം? മാലിദ്വീപ്. 8, പശു സംരക്ഷണത്തിനായി പ്രത്യേക പശു മന്ത്രിസഭയ്ക്ക് രൂപം കൊടുത്ത സംസ്ഥാനം? മധ്യപ്രദേശ്. പശു സംരക്ഷണത്തിനായി പ്രത്യേക പശു മന്ത്രിസഭയ്ക്ക് രൂപം കൊടുത്ത സംസ്ഥാനം? മധ്യപ്രദേശ്. 9, ലെറ്റ് us dream the path to a better future എന്ന കൃതിയുടെ രചയിതാവ്? ഫ്രാൻസിസ് മാർപ്പാപ്പ. ലെറ്റ് us dream the path to a better future എന്ന കൃതിയുടെ രചയിതാവ്? ഫ്രാൻസിസ് മാർപ്പാപ്പ. 10, എ പ്രോമിസ്ഡ് ലാൻഡ് അല്ലെങ്കിൽ വാഗ്ദത്ത ഭൂമി ആരുടെ ഓർമ്മക്കുറിപ്പാണ്? ബരാക് ഒബാമ. എ പ്രോമിസ്ഡ് ലാൻഡ് അല്ലെങ്കിൽ വാഗ്ദത്ത ഭൂമി ആരുടെ ഓർമ്മക്കുറിപ്പാണ്? ബരാക് ഒബാമ. 11, കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ രജിസ്ട്രാർ ജനറൽ? സോഫി തോമസ്. കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ രജിസ്ട്രാർ ജനറൽ? സോഫി തോമസ്. 12, 2020 ജൂണിൽ അറബിക്കടലിൽ രൂപം കൊണ്ട നിസർഗ ചുഴലിക്കാറ്റിന് ആ പേര് നിർദ്ദേശിച്ച രാജ്യം? ബംഗ്ലാദേശ്. 2020 ജൂണിൽ അറബിക്കടലിൽ രൂപം കൊണ്ട നിസർഗ ചുഴലിക്കാറ്റിന് ആ പേര് നിർദ്ദേശിച്ച രാജ്യം? ബംഗ്ലാദേശ്. 13, കേരള പോലീസിന്റെ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി നിലവിൽ വന്ന പുതിയ ആപ്പ്? പോൽ ആപ്പ്. കേരള പോലീസിന്റെ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി നിലവിൽ വന്ന പുതിയ ആപ്പ്? പോൽ ആപ്പ്. 14, റഷ്യ പുറത്തിറക്കിയ കോവിഡ് പ്രതിരോധ വാക്സിൻ? സ്പുട്നിക് 5. റഷ്യ പുറത്തിറക്കിയ കോവിഡ് പ്രതിരോധ വാക്സിൻ? സ്പുട്നിക് 5. 15, ഇസ്രയേലുമായി സമാധാന കരാർ ഒപ്പുവെച്ച രാജ്യം? UAE. ഇസ്രയേലുമായി സമാധാന കരാർ ഒപ്പുവെച്ച രാജ്യം? UAE. 16,
പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തത്തെപ്പറ്റി അന്വേഷിച്ച കമ്മീഷൻ. ജസ്റ്റിസ് PS ഗോപിനാഥൻ കമ്മീഷൻ. പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തത്തെപ്പറ്റി അന്വേഷിച്ച കമ്മീഷൻ. ജസ്റ്റിസ് PS ഗോപിനാഥൻ കമ്മീഷൻ. 17. ഇന്ത്യയുടെ ഇപ്പോഴത്തെ വിദേശകാര്യ സെക്രട്ടറി. ഹർഷവർദ്ധൻ ശൃംഗ്ല. ഇന്ത്യയുടെ ഇപ്പോഴത്തെ വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ ശൃംഗ്ല. 18. ബ്രിട്ടനിലെ ബോറിസ് ജോൺസൺ മന്ത്രിസഭയിലെ ധനമന്ത്രിയായ ഇന്ത്യൻ വംശജൻ. ഋഷി സുനാക്. ബ്രിട്ടനിലെ ബോറിസ് ജോൺസൺ മന്ത്രിസഭയിലെ ധനമന്ത്രിയായ ഇന്ത്യൻ വംശജൻ ഋഷി സുനാക്. 19. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിത ഫാത്തിമ ബീവിയുടെ ജീവചരിത്രം. നീതിയുടെ ധീരസഞ്ചാരം. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിത ഫാത്തിമ ബീവിയുടെ ജീവചരിത്രം. നീതിയുടെ ധീരസഞ്ചാരം. 20. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം. സർദാർ പട്ടേൽ സ്റ്റേഡിയം, അഹമ്മദാബാദ്. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് സർദാർ പട്ടേൽ സ്റ്റേഡിയം, അഹമ്മദാബാദ്. 21. 2020 13ാമത് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് മത്സരം നടന്ന സ്ഥലം. UAE. 2020 13ാമത് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് മത്സരം നടന്ന സ്ഥലം UAE. 22. 13ാമത് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം നേടിയത്. മുംബൈ ഇന്ത്യൻസ്. 13ാമത് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം നേടിയത് മുംബൈ ഇന്ത്യൻസ്. 23. ഇസ്താംബുളിൽ നടന്ന ഫോർമുല 1 കാറോട്ട മത്സരത്തിൽ ലോക കിരീടം നേടിയത്. ഹാമിൽട്ടൺ, UK. ഇസ്താംബുളിൽ നടന്ന ഫോർമുല 1 കാറോട്ട മത്സരത്തിൽ ലോക കിരീടം നേടിയത് ഹാമിൽട്ടൺ, UK. 24. നവംബർ 14 ആചരിച്ച ലോക പ്രമേഹ ദിനത്തിൻ്റെ വിഷയം. ദ നേഴ്സ് ആൻഡ് ഡയബറ്റീസ്. നവംബർ 14 ആചരിച്ച ലോക പ്രമേഹ ദിനത്തിൻ്റെ വിഷയം. ദ നേഴ്സ് ആൻഡ് ഡയബറ്റീസ്. 25. 2021 ഓസ്കാറിൽ വിദേശ ഭാഷാ വിഭാഗത്തിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമ. ജല്ലിക്കെട്ട്. 2021 ഓസ്കാറിൽ വിദേശ ഭാഷാ വിഭാഗത്തിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമ ജല്ലിക്കെട്ട്. 26. ക്ലബ് ഫുട്ബോളിലും രാജ്യത്തിനും ആയി 750 ഗോളുകൾ തികച്ച് റെക്കോർഡ് നേടിയത്. ക്രിസ്ത്യാനോ റൊണാൾഡോ. ക്ലബ് ഫുട്ബോളിലും രാജ്യത്തിനുമായി 750 ഗോളുകൾ തികച്ച് റെക്കോർഡ് നേടിയത്. ക്രിസ്ത്യാനോ റൊണാൾഡോ. 27. ഡിസംബറിൽ അന്തരിച്ച മഹാശയ് ധരംപാൽ ഗുലാത്തി വിശേഷിപ്പിക്കപ്പെടുന്ന പേര്. ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജന രാജാവ്. ഡിസംബറിൽ അന്തരിച്ച മഹാശയ് ധരംപാൽ ഗുലാത്തി വിശേഷിപ്പിക്കപ്പെടുന്ന പേര്. ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജന രാജാവ്. 28. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോപ്പ് വേ എവിടെയാണ്? ഗുവാഹട്ടി, ആസാം.
ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോപ്പ് വേ എവിടെയാണ്? ഗുവാഹട്ടി, ആസാം. 29. ഏറ്റവും കൂടിയ പ്രായത്തിൽ US പ്രസിഡന്റ് ആയത്? ജോ ബൈഡൻ. ഏറ്റവും കൂടിയ പ്രായത്തിൽ US പ്രസിഡന്റ് ആയത്? ജോ ബൈഡൻ. 30. ഇന്ത്യയുടെ ബഹിരാകാശ യാത്രാ പദ്ധതിയായ ഗഗൻയാനിന് മുന്നോടിയായി അയക്കുന്ന വനിതാ റോബോട്ടിൻ്റെ പേര്? വ്യോമമിത്ര. ഇന്ത്യയുടെ ബഹിരാകാശ യാത്രാ പദ്ധതിയായ ഗഗൻയാനിന് മുന്നോടിയായി അയക്കുന്ന വനിതാ റോബോട്ടിൻ്റെ പേര്? വ്യോമമിത്ര. 31. കേരള ബാങ്കിൻ്റെ ആദ്യ പ്രസിഡന്റായി ചുമതലയേറ്റത്? ഗോപി കോട്ടമുറിക്കൽ. കേരള ബാങ്കിൻ്റെ ആദ്യ പ്രസിഡന്റായി ചുമതലയേറ്റത്? ഗോപി കോട്ടമുറിക്കൽ. 32. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട നിവാർ ചുഴലിക്കാറ്റിന് ആ പേര് നിർദ്ദേശിച്ചത്? ഇറാൻ. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട നിവാർ ചുഴലിക്കാറ്റിന് ആ പേര് നിർദ്ദേശിച്ചത്? ഇറാൻ. 33. എത്രാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരമാണ് പോൾ സക്രിയയ്ക്ക് ലഭിച്ചത്? 28. എത്രാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരമാണ് പോൾ സക്രിയയ്ക്ക് ലഭിച്ചത്? 28. 34. ലോകത്തെ വൻ സാമ്പത്തിക ശക്തികളുടെ കൂട്ടായ്മയായ G20 ഉച്ചകോടിക്ക് ആതിഥ്യം വഹിച്ചത്? സൗദി അറേബ്യ. ലോകത്തെ വൻ സാമ്പത്തിക ശക്തികളുടെ കൂട്ടായ്മയായ G20 ഉച്ചകോടിക്ക് ആതിഥ്യം വഹിച്ചത്? സൗദി അറേബ്യ. 35. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ എഴുത്തുകാരി എന്ന അംഗീകാരം ലഭിച്ച 7 വയസ്സുകാരിയായ ഇന്ത്യൻ ബാലിക? അഭിജിത ഗുപ്ത. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ എഴുത്തുകാരി എന്ന അംഗീകാരം ലഭിച്ച 7 വയസ്സുകാരിയായ ഇന്ത്യൻ ബാലിക? അഭിജിത ഗുപ്ത. 36. ഇന്ത്യയിൽ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപിച്ച ആഗോള മനുഷ്യാവകാശ സംഘടന? ആംനസ്റ്റി ഇന്റർനാഷണൽ. ഇന്ത്യയിൽ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപിച്ച ആഗോള മനുഷ്യാവകാശ സംഘടന? ആംനസ്റ്റി ഇന്റർനാഷണൽ. 37. 2020 നോബൽ സമാധാന സമ്മാനം ലഭിച്ച UN അനുബന്ധ സംഘടന? ലോക ഭക്ഷ്യ പദ്ധതി. 2020 നോബൽ സമാധാന സമ്മാനം ലഭിച്ച UN അനുബന്ധ സംഘടന? ലോക ഭക്ഷ്യ പദ്ധതി. 38. 2020 ഒക്ടോബറിൽ അന്തരിച്ച കേരള ഹൈക്കോടതിയിലെ ആദ്യ മലയാളി ചീഫ് ജസ്റ്റിസ്? KK ഉഷ. 2020 ഒക്ടോബറിൽ അന്തരിച്ച കേരള ഹൈക്കോടതിയിലെ ആദ്യ മലയാളി ചീഫ് ജസ്റ്റിസ്? KK ഉഷ. 39. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽത്തീരങ്ങൾക്കുള്ള അന്താരാഷ്ട്ര പരിസ്ഥിതി ബഹുമതിയായ ബ്ലൂ ഫ്ലാഗ് ലഭിച്ച കേരളത്തിലെ തീരപ്രദേശം? കാപ്പാട്, കോഴിക്കോട്. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽത്തീരങ്ങൾക്കുള്ള അന്താരാഷ്ട്ര പരിസ്ഥിതി ബഹുമതിയായ ബ്ലൂ ഫ്ലാഗ് ലഭിച്ച കേരളത്തിലെ തീരപ്രദേശം? കാപ്പാട്, കോഴിക്കോട്. 40. സംസ്ഥാന സർക്കാർ മാതൃകാ ഉത്തരവാദിത്ത ടൂറിസം ഗ്രാമമായി പ്രഖ്യാപിച്ചത്? അയ്മനം, കോട്ടയം. സംസ്ഥാന സർക്കാർ
മാതൃകാ ഉത്തരവാദിത്ത ടൂറിസം ഗ്രാമമായി പ്രഖ്യാപിച്ചത്? അയമനം, കോട്ടയം. 41. കൊറോണ വൈറസിനെ വ്യാപനം തുടങ്ങിയിട്ട് 1 വർഷം പൂർത്തിയാവുന്ന ദിനമായി പരിഗണിക്കുന്നത്? 2020 നവംബർ 17. കൊറോണ വൈറസിൻ്റെ വ്യാപനം തുടങ്ങിയിട്ട് 1 വർഷം പൂർത്തിയാവുന്ന ദിനമായി പരിഗണിക്കുന്നത് 2020 നവംബർ 17. 42. സംസ്ഥാനത്തെ എത്ര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കാണ് 2020 ഡിസംബറിൽ തെരഞ്ഞെടുപ്പ് നടന്നത്? 1199. സംസ്ഥാനത്തെ എത്ര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കാണ് 2020 ഡിസംബറിൽ തെരഞ്ഞെടുപ്പ് നടന്നത്? 1199. 43. 15ാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ NK സിംഗ്. 15ാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ NK സിംഗ്. 44. കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ സർവകലാശാല ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത്? ശ്രീനാരായണ ഗുരു. കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ സർവകലാശാല ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത്? ശ്രീനാരായണ ഗുരുവിൻ്റെ. 45. കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ സർവകലാശാല നിലവിൽ വന്നത്? 2020 ഒക്ടോബർ 2. കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ സർവകലാശാല നിലവിൽ വന്നത് 2020 ഒക്ടോബർ 2. 46. സംസ്ഥാനത്തെ പോലീസ് ജയിൽ പരിഷ്കരണത്തിനുള്ള ശുപാർശകൾ സമർപ്പിച്ച കമ്മീഷൻ? ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷൻ. സംസ്ഥാനത്തെ പോലീസ് ജയിൽ പരിഷ്കരണത്തിനുള്ള ശുപാർശകൾ സമർപ്പിച്ച കമ്മീഷൻ? ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷൻ. 47. കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയ അമൂല്യ സാംസ്കാരിക പൈതൃക പട്ടികയിൽ 2020 ഇടം നേടിയ കേരളത്തിലെ ക്ഷേത്രോത്സവം? ചെട്ടികുളങ്ങര കുംഭഭരണി കെട്ടുകാഴ്ച, ആലപ്പുഴ ജില്ലയിൽ. കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയ അമൂല്യ സാംസ്കാരിക പൈതൃക പട്ടികയിൽ 2020 ഇടം നേടിയ കേരളത്തിലെ ക്ഷേത്രോത്സവമാണ് ചെട്ടികുളങ്ങര കുംഭഭരണി കെട്ടുകാഴ്ച, ആലപ്പുഴ. 48. ഇന്ത്യയുടെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ? യശ്വർദ്ധൻ കുമാർ സിൻഹ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ? യശ്വർദ്ധൻ കുമാർ സിൻഹ. 49. 2020 സാദി പുരസ്കാരത്തിന് അർഹനായ സംഗീതജ്ഞൻ? ഡോക്ടർ എൽ സുബ്രഹ്മണ്യം. 2020 സാദി പുരസ്കാരത്തിന് അർഹനായ സംഗീതജ്ഞൻ ഡോക്ടർ എൽ സുബ്രഹ്മണ്യം. 50. COVID-19 ലോകാരോഗ്യ സംഘടന മഹാമാരിയായി പ്രഖ്യാപിച്ചത് എന്നാണ്? 2020 മാർച്ച് 11. COVID-19 ലോകാരോഗ്യ സംഘടന മഹാമാരിയായി പ്രഖ്യാപിച്ചത് എന്നാണ്? 2020 മാർച്ച് 11. 51. സംസ്ഥാന സർക്കാരിൻ്റെ 2019 ഹരിവരാസനം പുരസ്കാരം നേടിയത്? ഇളയരാജ. സംസ്ഥാന സർക്കാരിൻ്റെ 2019 ഹരിവരാസനം പുരസ്കാരം നേടിയത്? ഇളയരാജ. 52. ഏത് യുദ്ധവിമാനങ്ങളുടെ സേവനമാണ് 2020 ജനുവരിയിൽ ഇന്ത്യൻ വ്യോമസേന അവസാനിപ്പിച്ചത്? MiG-27.
ഏത് യുദ്ധവിമാനങ്ങളുടെ സേവനമാണ് 2020 ജനുവരിയിൽ ഇന്ത്യൻ വ്യോമസേന അവസാനിപ്പിച്ചത്? മിഗ് 27. 53. 150 വർഷം പഴക്കമുള്ള കൊൽക്കത്ത തുറമുഖം ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്? ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി തുറമുഖം. 150 വർഷം പഴക്കമുള്ള കൊൽക്കത്ത തുറമുഖം ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്? ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി തുറമുഖം. 54. ഇംപീച്ച്മെന്റിന് വിധേയനായ എത്രാമത്തെ US പ്രസിഡന്റായിരുന്നു ഡൊണാൾഡ് ട്രംപ്? 3. ഇംപീച്ച്മെന്റിന് വിധേയനായ എത്രാമത്തെ US പ്രസിഡന്റായിരുന്നു ഡൊണാൾഡ് ട്രംപ്? 3. 55. 2020 ഏപ്രിൽ 22-ന് 150-ാം ജന്മവാർഷിക ദിനം ആചരിച്ചത് ഏത് റഷ്യൻ നേതാവിൻ്റെയാണ്? ലെനിൻ. 2020 ഏപ്രിൽ 22-ന് 150-ാം ജന്മവാർഷിക ദിനം ആചരിച്ചത് ഏത് റഷ്യൻ നേതാവിൻ്റെയാണ്? ലെനിൻ. 56. കേരള നിയമസഭയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ടെലിവിഷൻ ചാനൽ? സഭ TV. കേരള നിയമസഭയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ടെലിവിഷൻ ചാനൽ? സഭ TV. 57. 2020-ലെ രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം നേടിയ പാരാലിമ്പിക്സ് സ്വർണ്ണ ജേതാവ്? മാരിയപ്പൻ തങ്കവേലു. 2020-ലെ രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം നേടിയ പാരാലിമ്പിക്സ് സ്വർണ്ണ ജേതാവ്? മാരിയപ്പൻ തങ്കവേലു. 58. സംസ്ഥാന സർക്കാരിനെതിരെ ഓഗസ്റ്റിൽ നിയമസഭയിൽ അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയം എത്രാമത്തേത് ആയിരുന്നു? 16. സംസ്ഥാന സർക്കാരിനെതിരെ ഓഗസ്റ്റിൽ നിയമസഭയിൽ അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയം എത്രാമത്തേത് ആയിരുന്നു? 16. 59. ദ ടർബുലന്റ് ഇയേഴ്സ് എന്ന കൃതിയുടെ രചയിതാവായ മുൻ രാഷ്ട്രപതി? പ്രണബ് കുമാർ മുഖർജി. ദ ടർബുലന്റ് ഇയേഴ്സ് എന്ന കൃതിയുടെ രചയിതാവായ മുൻ രാഷ്ട്രപതി? പ്രണബ് കുമാർ മുഖർജി. 60. സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ എക്സൈസ് ഇൻസ്പെക്ടർ? ഒ സജിത. സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ എക്സൈസ് ഇൻസ്പെക്ടർ? ഒ സജിത. 61. 2020-ലെ പരിസ്ഥിതി ദിന സന്ദേശം എന്തായിരുന്നു? ടൈം ഫോർ നേച്ചർ. 2020-ലെ പരിസ്ഥിതി ദിന സന്ദേശം എന്തായിരുന്നു? ടൈം ഫോർ നേച്ചർ. 62. ഏത് രാജ്യമാണ് രാമായണത്തിലെ രാവണന്റെ വ്യോമപാതയെപ്പറ്റി പഠിക്കുന്നതിനായി ഗവേഷണ പദ്ധതിക്ക് രൂപം നൽകിയത്? ശ്രീലങ്ക. ഏത് രാജ്യമാണ് രാമായണത്തിലെ രാവണന്റെ വ്യോമപാതയെപ്പറ്റി പഠിക്കുന്നതിനായി ഗവേഷണ പദ്ധതിക്ക് രൂപം നൽകിയത്? ശ്രീലങ്ക. 63. ഇന്ത്യയിലെ മൊബൈൽ ഫോൺ സംവിധാനത്തിന് 25 വർഷം തികഞ്ഞത് എന്നാണ്? 2020 ജൂലൈ 31-ന്. ഇന്ത്യയിലെ മൊബൈൽ ഫോൺ സംവിധാനത്തിന് 25 വർഷം തികഞ്ഞത് എന്നാണ്? 2020 ജൂലൈ 31. 64. ഇന്ത്യയുടെ 14ാമത്തെ കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ ആര്? ഗിരീഷ് ചന്ദ്ര മുർമു. ഇന്ത്യയുടെ
14ാമത്തെ കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ ആര്? ഗിരീഷ് ചന്ദ്ര മുർമു. 65. ഹഗിയ സോഫിയ ഏത് രാജ്യത്താണ്? തുർക്കി. ഹഗിയ സോഫിയ ഏത് രാജ്യത്താണ്? തുർക്കിയിൽ. 66. 1976 ശേഷം ആദ്യമായി ക്യൂബയിൽ പ്രധാനമന്ത്രിയായി നിയമിക്കപ്പെട്ടത്? മാനുവൽ മറീരോ ക്രൂസ്. 1976 ശേഷം ആദ്യമായി ക്യൂബയിൽ പ്രധാനമന്ത്രിയായി നിയമിക്കപ്പെട്ടത്? മാനുവൽ മറീരോ ക്രൂസ്. 67. 2020 71ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന് മുഖ്യാതിഥി? ജെയിർ മെസ്സിയാസ് ബോൾസോനാരോ, ബ്രസീൽ. 2020 71ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ മുഖ്യാതിഥി? ജെയിർ മെസ്സിയാസ് ബോൾസോനാരോ, ബ്രസീൽ. 68. 2018 സ്വദേശാഭിമാനി കേസരി അവാർഡ് നേടിയത്? MS മണി. 2018 സ്വദേശാഭിമാനി കേസരി അവാർഡ് നേടിയത്? MS മണി. 69. ലോറൻസ് വേൾഡ് സ്പോർട്സ് അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ? സച്ചിൻ ടെണ്ടുൽക്കർ. ലോറൻസ് വേൾഡ് സ്പോർട്സ് അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ? സച്ചിൻ ടെണ്ടുൽക്കർ. 70. സഞ്ചാരികളെ ബഹിരാകാശത്ത് എത്തിച്ച ആദ്യത്തെ സ്വകാര്യ അമേരിക്കൻ കമ്പനി? സ്പേസ് എക്സ്. സഞ്ചാരികളെ ബഹിരാകാശത്ത് എത്തിച്ച ആദ്യത്തെ സ്വകാര്യ അമേരിക്കൻ കമ്പനി? സ്പേസ് എക്സ്. 71. US പ്രസിഡന്റിൻ്റെ എയർഫോഴ്സ് 1 വിമാനത്തിന് സമാനമായി ഇന്ത്യ വാങ്ങിയ വിമാനത്തിൻ്റെ പേര്? എയർ ഇന്ത്യ 1. US പ്രസിഡന്റിൻ്റെ എയർഫോഴ്സ് 1 വിമാനത്തിന് സമാനമായി ഇന്ത്യ വാങ്ങിയ വിമാനത്തിൻ്റെ പേര്? എയർ ഇന്ത്യ 1. 72. 2020 ഒക്ടോബർ 31 ശതാബ്ദി ആഘോഷിച്ച ഇന്ത്യൻ തൊഴിലാളി സംഘടന? AITUC. 2020 ഒക്ടോബർ 31 ശതാബ്ദി ആഘോഷിച്ച ഇന്ത്യൻ തൊഴിലാളി സംഘടനയാണ് AITUC. 73. ന്യൂസിലാൻഡ് സർക്കാരിൽ മന്ത്രി പദവിയിൽ എത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരി? പ്രിയങ്ക രാധാകൃഷ്ണൻ, വടക്കൻ പറവൂർ. ന്യൂസിലാൻഡ് സർക്കാരിൽ മന്ത്രി പദവിയിൽ എത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരിയാണ് പ്രിയങ്ക രാധാകൃഷ്ണൻ, വടക്കൻ പറവൂർ. 74. കേന്ദ്ര സർക്കാരിൻ്റെ ഭൗമ സൂചിക പദവി അടുത്തിടെ നേടിയ കാശ്മീരി കാർഷികോൽപ്പന്നം? കാശ്മീരി കുങ്കുമം. കേന്ദ്ര സർക്കാരിൻ്റെ ഭൗമ സൂചിക പദവി അടുത്തിടെ നേടിയ കാശ്മീരി കാർഷികോൽപ്പന്നം? കാശ്മീരി കുങ്കുമം. 75. അന്തരിച്ച പണ്ഡിറ്റ് ജസ്രാജ് ഏത് മേഖലയിലാണ് പ്രശസ്തി നേടിയിട്ടുള്ളത്? ഹിന്ദുസ്ഥാനി സംഗീതം. അന്തരിച്ച പണ്ഡിറ്റ് ജസ്രാജ് ഏത് മേഖലയിലാണ് പ്രശസ്തി നേടിയിട്ടുള്ളത്? ഹിന്ദുസ്ഥാനി സംഗീതം. 76. ഇന്ത്യയിൽ ഇപ്പോൾ നിരോധിക്കപ്പെട്ട PUBG ഗെയിമിൻ്റെ മുഴുവൻ പേര്? പ്ലെയർ അൺനോൺസ് ബാറ്റിൽ ഗ്രൗണ്ട്സ്. ഇന്ത്യയിൽ ഇപ്പോൾ നിരോധിക്കപ്പെട്ട PUBG ഗെയിമിൻ്റെ മുഴുവൻ പേര്? പ്ലെയർ അൺനോൺസ് ബാറ്റിൽ ഗ്രൗണ്ട്സ്. 77. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ
അമ്പയർമാരുടെ അന്താരാഷ്ട്ര പാനലിൽ ഉൾപ്പെടുത്തപ്പെട്ട മലയാളി? KN അനന്തപത്മനാഭൻ. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ അമ്പയർമാരുടെ അന്താരാഷ്ട്ര പാനലിൽ ഉൾപ്പെടുത്തപ്പെട്ട മലയാളി? KN അനന്തപത്മനാഭൻ. 78. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ മുഖ്യ ശില്പിയായ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രി? രഘുവംശ പ്രസാദ് സിംഗ്. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ മുഖ്യ ശില്പിയായ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രി? രഘുവംശ പ്രസാദ് സിംഗ്. 79. രാജ്യസഭയുടെ അധ്യക്ഷനായി രണ്ടാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ടത്? ഹരിവംശ നാരായൺ സിംഗ്. രാജ്യസഭയുടെ അധ്യക്ഷനായി രണ്ടാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ടത്? ഹരിവംശ നാരായൺ സിംഗ്. 80. പൂനെ ആസ്ഥാനമായ ഫിലിം ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ്? ശേഖർ കപൂർ. പൂനെ ആസ്ഥാനമായ ഫിലിം ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ്? ശേഖർ കപൂർ. 81. ഐക്യരാഷ്ട്രസഭയുടെ ജനസംഖ്യാ പുരസ്കാരം ലഭിച്ച ആദ്യ ഇന്ത്യൻ സംഘടന? ഹെൽപ്പേജ് ഇന്ത്യ. ഐക്യരാഷ്ട്രസഭയുടെ ജനസംഖ്യാ പുരസ്കാരം ലഭിച്ച ആദ്യ ഇന്ത്യൻ സംഘടന? ഹെൽപ്പേജ് ഇന്ത്യ. 82. 2021 ഇന്ത്യയുടെ 72ാമത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യ അതിഥിയായി ക്ഷണിച്ചിരിക്കുന്നത് ആരെയാണ്? ബോറിസ് ജോൺസൺ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. 2021 ഇന്ത്യയുടെ 72ാമത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യ അതിഥിയായി ക്ഷണിച്ചിരിക്കുന്നത് ആരെയാണ്? ബോറിസ് ജോൺസൺ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ്. 83. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ കേൾവി സൗഹൃദ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത്? കേരളം. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ കേൾവി സൗഹൃദ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത്? കേരളം. 84. ഡിസംബർ 12 ഇസ്രയേൽ പൂർണ്ണ നയതന്ത്ര ബന്ധം സ്ഥാപിച്ച ഹിമാലയൻ രാജ്യം? ഭൂട്ടാൻ. ഡിസംബർ 12 ഇസ്രായേൽ പൂർണ്ണ നയതന്ത്ര ബന്ധം സ്ഥാപിച്ച ഹിമാലയൻ രാജ്യം? ഭൂട്ടാൻ. 85. സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന മദ്രസകളും സംസ്കൃത വിദ്യാലയങ്ങളും അടച്ചുപൂട്ടാൻ അടുത്തിടെ തീരുമാനിച്ച സംസ്ഥാനം? ആസാം. സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന മദ്രസകളും സംസ്കൃത വിദ്യാലയങ്ങളും അടച്ചുപൂട്ടാൻ അടുത്തിടെ തീരുമാനിച്ച സംസ്ഥാനമാണ് ആസാം. 86. ഏത് ദിനമാണ് ഇന്ത്യ വിജയ ദിവസമായി ആഘോഷിക്കുന്നത്? ഡിസംബർ 16. ഏത് ദിനമാണ് ഇന്ത്യ വിജയ ദിവസമായി ആഘോഷിക്കുന്നത്? ഡിസംബർ 16. 87. ONV കൾച്ചറൽ അക്കാദമിയുടെ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്? ഡോക്ടർ M ലീലാവതി. ONV കൾച്ചറൽ അക്കാദമിയുടെ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്? ഡോക്ടർ M ലീലാവതി. 88. ആഗോള ഫുട്ബോൾ സംഘടനയായ ഫിഫയുടെ ഫിഫ ബെസ്റ്റ് പുരസ്കാരം നേടിയ പുരുഷ താരം? റോബർട്ട് ലെവൻഡോവ്സ്കി. ആഗോള ഫുട്ബോൾ സംഘടനയായ ഫിഫയുടെ ഫിഫ ബെസ്റ്റ് പുരസ്കാരം നേടിയ പുരുഷ താരം? റോബർട്ട് ലെവൻഡോവ്സ്കി.
89. 2020 അവസാന സൂര്യഗ്രഹണം നടന്നത് എന്നാണ്? ഡിസംബർ 14. 2020 അവസാന സൂര്യഗ്രഹണം നടന്നത് എന്നാണ്? ഡിസംബർ 14. 90. പാകിസ്ഥാനിലെ ലാഹോർ കോട്ടയിൽ സ്ഥാപിച്ചിട്ടുള്ള ഏത് ഭരണാധികാരിയുടെ പ്രതിമയാണ് ഈയിടെ ആക്രമികൾ തകർത്തത്? രഞ്ജിത് സിംഗിൻ്റെ. പാകിസ്ഥാനിലെ ലാഹോർ കോട്ടയിൽ സ്ഥാപിച്ചിട്ടുള്ള ഏത് ഭരണാധികാരിയുടെ പ്രതിമയാണ് ഈയിടെ അക്രമികൾ തകർത്തത്? രഞ്ജിത് സിംഗിൻ്റെ. 91. വീടുകളെയും സ്ഥാപനങ്ങളെയും പൂർണ്ണമായി LED-യിലേക്ക് മാറ്റുക എന്ന ലക്ഷ്യത്തോടെ KSEB നടപ്പാക്കുന്ന പദ്ധതി? ഫിലമെന്റ് ഫ്രീ കേരള. വീടുകളെയും സ്ഥാപനങ്ങളെയും പൂർണ്ണമായി LED-യിലേക്ക് മാറ്റുക എന്ന ലക്ഷ്യത്തോടെ KSEB നടപ്പിലാക്കുന്ന പദ്ധതി? ഫിലമെന്റ് ഫ്രീ കേരള. 92. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച US-ന്റെ പരമോന്നത സൈനിക ബഹുമതി? ലീജിയൻ ഓഫ് മെറിറ്റ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച US-ന്റെ പരമോന്നത സൈനിക ബഹുമതി? ലീജിയൻ ഓഫ് മെറിറ്റ്. 93. അഭയ കേസിൻ്റെ പശ്ചാത്തലത്തിൽ ആക്ഷൻ കൗൺസിൽ കൺവീനറായ ജോമോൻ പുത്തൻപുരയ്ക്കൽ രചിച്ച പുസ്തകം? അഭയ കേസ് ഡയറി. അഭയ കേസിൻ്റെ പശ്ചാത്തലത്തിൽ ആക്ഷൻ കൗൺസിൽ കൺവീനറായ ജോമോൻ പുത്തൻപുരയ്ക്കൽ രചിച്ച പുസ്തകമാണ് അഭയ കേസ് ഡയറി. 94. സംസ്ഥാന പട്ടികജാതി ഗോത്രവർഗ കമ്മീഷൻ അധ്യക്ഷനായി നിയമിതനായത്? VS മാവോജി. സംസ്ഥാന പട്ടികജാതി ഗോത്രവർഗ കമ്മീഷൻ അധ്യക്ഷനായി നിയമിതനായത്? VS മാവോജി. 95. കേരള ചരിത്ര ഗവേഷണ കൗൺസിൽ ഡയറക്ടറായി ചുമതലയേറ്റത്? പ്രൊഫസർ G. അരുണിമ. കേരള ചരിത്ര ഗവേഷണ കൗൺസിൽ ഡയറക്ടറായി ചുമതലയേറ്റത്? പ്രൊഫസർ G. അരുണിമ. 96. ഏത് സർവകലാശാലയുടെ ശതാബ്ദി ആഘോഷമാണ് അടുത്തിടെ നടന്നത്? വിശ്വഭാരതി. ഏത് സർവകലാശാലയുടെ ശതാബ്ദി ആഘോഷമാണ് അടുത്തിടെ നടന്നത്? വിശ്വഭാരതി. 97. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ? ആര്യ രാജേന്ദ്രൻ. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറാണ് ആര്യ രാജേന്ദ്രൻ. 98. വാജ്പേയി ദ ഇയേഴ്സ് ദാറ്റ് ചേഞ്ച്ഡ് ഇന്ത്യ എന്ന കൃതി രചിച്ചത്? ശക്തി സിൻഹ. വാജ്പേയി ദ ഇയേഴ്സ് ദാറ്റ് ചേഞ്ച്ഡ് ഇന്ത്യ എന്ന കൃതി രചിച്ചത്? ശക്തി സിൻഹ. 99. സുഗതകുമാരി അന്തരിച്ച ദിവസം? 2020 ഡിസംബർ 23. സുഗതകുമാരി അന്തരിച്ചത് 2020 ഡിസംബർ 23. 100. 400 വർഷത്തിന് ശേഷം ശനിയും വ്യാഴവും ഏറ്റവും അടുത്തുകൂടി കടന്നുപോയ മഹാഗ്രഹ സംഗമം നടന്നത്? 2020 ഡിസംബർ 21. 400 വർഷത്തിന് ശേഷം ശനിയും വ്യാഴവും ഏറ്റവും അടുത്തുകൂടി കടന്നുപോയ മഹാഗ്രഹ സംഗമം നടന്നത്? 2020 ഡിസംബർ 21. ഇതോടെ ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. മുൻപുള്ള വീഡിയോകൾ പ്ലേലിസ്റ്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി
ബെൽ ഐക്കണിലെ ഓൾ ക്ലിക്ക് ചെയ്യുക. താങ്ക്